അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. നമ്മിലേക്ക് വരുന്നത് വിശുദ്ധമായിരിക്കുന്ന ദുൽഹിജ്ജ മാസമാണ്. ദുൽഹിജ്ജ മാസത്തിനിക്ക് ധാരാളം ശ്രേഷ്ഠതകളുണ്ട്, പവിത്രതകളുണ്ട് എന്ന് നമുക്കറിയാം. എന്നാൽ ആ ദുൽഹിജ്ജ മാസത്തിൽ നാം ഓതേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു സൂറത്തിനെയാണ് ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത്. ആ സൂറത്ത് ഓതിയാലുള്ള നേട്ടവും കൂടെ നമുക്ക് പഠിക്കാം ഇൻഷാ അള്ളാഹ്. വീഡിയോ പൂർണ്ണമായും നിങ്ങൾ കാണുക. നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്കൊക്കെ ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്തു കൊടുക്കുക. വിശുദ്ധമായിരിക്കുന്ന ദുൽഹിജ്ജ മാസത്തിൽ അവരും ഈ വീഡിയോ കണ്ട് അവരും പാരായണം ചെയ്യുമ്പോൾ അതുപോലെ ഒരു പ്രതിഫലം നിങ്ങൾക്കും ലഭിക്കും. അതുകൊണ്ട് തന്നെ മറക്കാതെ ഷെയർ ചെയ്യാൻ വേണ്ടി എല്ലാവരും ശ്രമിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. വീഡിയോക്ക് ഒരു മാഷാ അല്ലാഹ് അൽഹംദുലില്ലാ കമൻ്റായി രേഖപ്പെടുത്തുക. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അഫ്ളലുൽ അയ്യാമി ദുനിയ അയ്യാമുൽ അഷ്ർ. ദുനിയാവിലെ ദിവസങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ ദിവസം അത് ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 ദിവസങ്ങളാണെന്ന് മുത്തുനബി നമുക്ക് പഠിപ്പിച്ചു തന്നതാണ്. അത്രയും ശ്രേഷ്ഠമായ 10 ദിവസങ്ങളാണ് നമ്മിലേക്ക് വരുന്നത്. ആ 10 ദിവസങ്ങളിൽ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, മൻ ഖറഅ സൂറത്തുൽ ഫജ്ർ. ആരെങ്കിലും സൂറത്തുൽ ഫജ്ർ പാരായണം ചെയ്തു, ഖുർആനിലെ 89ാമത്തെ സൂറത്ത് വൽ ഫജ്രി വലയാലിൻ അഷ്ർ എന്ന് തുടങ്ങുന്ന ആ സൂറത്ത് ഫി ലയാലിൽ അഷ്ർ, ദുൽഹിജ്ജയുടെ 10 രാത്രികളിൽ ആദ്യത്തെ 10ലെ ആ 10 രാത്രികളിൽ ഒരാൾ പാരായണം ചെയ്താൽ ഗുഫിറ ലഹു, അവൻ്റെ ദോഷങ്ങളൊക്കെ അല്ലാഹു തആല പുറത്തു കൊടുക്കുമെന്നാണ്. അതിലും വലിയ ഒരു നേട്ടം നമുക്ക് മറ്റെന്താണ് വേണ്ടത്? നമ്മുടെ ചെറുതും വലുതുമായ നമ്മിൽ നിന്ന് സംഭവിച്ചു പോയ എല്ലാ ദോഷങ്ങളും അല്ലാഹു തആല അതിലൂടെ നമുക്ക് പുറത്തു തരികയാണ്. ആ ഒരു പ്രതിഫലം ലഭിക്കുന്നവരിൽ അല്ലാഹു തആല നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. മാത്രവുമല്ല, വമൻ ഖറഅഹ ഫി സായിരിൽ അയ്യാം. ഇനി ദുൽഹിജ്ജയുടെ 10 ദിവസങ്ങൾക്ക് പുറമെ മറ്റു ദിവസങ്ങളിൽ ഒരാൾ പാരായണം ചെയ്താൽ കാനത്ത് ലഹു നൂറൻ യൗമൽ ഖിയാമ, അതവനിക്ക് ഖിയാമത്ത് നാളിൽ ഒരു പ്രകാശമായിട്ട് അവനിലേക്ക് അല്ലാഹു തആല അതിനെ എത്തിച്ചു കൊടുക്കുമെന്നാണ്. നമുക്ക് ആഖിറത്തിൽ രക്ഷപ്പെടാൻ കൂടിയുള്ള ഒരു മാർഗമാണ് സൂറത്തുൽ ഫജ്ർ. ഇന്നു മുതൽ എല്ലാ രാത്രികളിലും നാം പാരായണം ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. പ്രത്യേകിച്ച് ദുൽഹിജ്ജയുടെ ആദ്യ 10 രാവുകളിൽ പ്രിയപ്പെട്ടവരെ മറക്കാതിരിക്കുക. കൃത്യമായി ഓതാൻ വേണ്ടി നാം ശ്രമിക്കുക. അല്ലാഹു തആല തൗഫീക്ക് നൽകട്ടെ. നേരത്തെ ഓർമ്മപ്പെടുത്തിയതുപോലെ നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്കൊക്കെ ഷെയർ ചെയ്തു കൊടുക്കുകയും നിങ്ങളുടെ മക്കളെ കൊണ്ടും വീട്ടിലുള്ള മറ്റുള്ളവരെ കൊണ്ടും ഈ 10 രാത്രികളിൽ സൂറത്തുൽ ഫജ്ർ ഓതിപ്പിക്കാൻ വേണ്ടി നാം ശ്രമിക്കണം ഇൻഷാ അല്ലാഹ്. അല്ലാഹു തആല നാം ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും നമ്മിൽ നിന്ന് ഒരു സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. സ്നേഹത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.